നമസ്തേ, രഞ്ജിനി വിനോദ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ഷേത്രയാത്ര എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇവിടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പരമാര ദേവീക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അതീവ ചൈതന്യവത്തായ ഒരു ദേവീക്ഷേത്ര സന്നിധിയാണിത്. ഇവിടെ പരമാര ഭഗവതിയായി കുടികൊള്ളുന്നത് കൊടുങ്ങല്ലൂർ അമ്മ തന്നെയാണ് എന്നാണ് വിശ്വാസം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദേവീക്ഷേത്രമാണിത്. വടക്കോട്ട് ദർശനമായി ഉഗ്രസ്വരൂപിണിയായി അമ്മ കുടികൊള്ളുന്ന ഈ ഭൂമിയെക്കുറിച്ച് അമ്മയുടെ ആ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പരമാര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. നഗരത്തിരക്കുകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതീവ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. പള്ളിവാളേന്തിയ ജഗദംബിക കുടികൊള്ളുന്ന ഈ പുണ്യഭൂമി പ്രഥമ ദർശനത്തിൽ തന്നെ അനന്തമായ ശക്തിയുടെ അതിതീവ്ര സ്ഫുരണങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കൈലാസനാഥന്റെ ജ്വലിക്കുന്ന ത്രിനേത്രത്തിൽ നിന്നും ഉത്ഭൂതയായ ഭദ്രകാളി വടക്കോട്ട് ദർശനമരുളി വിരാജിക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. ഈ ക്ഷേത്രത്തിൽ ഭഗവതി ദർശനമരുളുന്നത് വടക്കോട്ടാണ് എന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. ഭദ്രകാളി വടക്കോട്ടിരുന്നാൽ ഉഗ്രസ്വരൂപിണിയായ കൊടുംകാളി അഥവാ മഹാകാളിയാവുന്നു എന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ ഭഗവതിയും വടക്കോട്ട് തന്നെയാണല്ലോ ദർശനം. നൂറ്റാണ്ടുകളുടെ പൗരാണികത അവകാശപ്പെടുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ചൈതന്യസ്വരൂപിണിയായ ഭഗവതി പറമ്പനാർകുളങ്ങര ഭഗവതി, പരമാരമുത്തി, പരമാരദേവി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. വളരെ പണ്ട് പരദേശിയായ ഒരു ബ്രാഹ്മണൻ ദേശാടനാർത്ഥം അന്നത്തെ ഋഷിനാഗകുളത്ത് അഥവാ ഇന്നത്തെ എറണാകുളത്ത് എത്തിച്ചേർന്നുത്രേ. അന്ന് പറമ്പനാർ കുളങ്ങര എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്ത് എത്തിയ അദ്ദേഹം പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സമയമായപ്പോൾ ഇവിടെ തൻ്റെ ഉപാസനാമൂർത്തികളായ ദേവിയുടെയും ദേവന്റെയും ബിംബങ്ങൾ തറയിൽ വെച്ചു. പൂജയൊക്കെ കഴിഞ്ഞ് വിഗ്രഹങ്ങൾ തിരിച്ചെടുക്കും നേരം ദേവീ വിഗ്രഹം തറയിൽ ഉറച്ചുപോയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. തുടർന്ന് ദേവപ്രശ്നമൊക്കെ വെച്ചു നോക്കുകയും അങ്ങനെ ഇവിടെ ദേവിയെ പ്രതിഷ്ഠ നടത്തി ആരാധന തുടങ്ങി എന്നാണ് വിശ്വാസം. ബ്രാഹ്മണന്റെ ഉപാസനാമൂർത്തിയായ ദേവനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് തോട്ടത്തിങ്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നു. പണ്ടുകാലത്ത് നാടുവാഴികളായിരുന്ന ചേരാനെല്ലൂർ കർത്താക്കന്മാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാർ. കൊച്ചി രാജ്യത്ത് ചേരാനെല്ലൂർ പ്രവിശ്യയുടെ ഭരണകർത്താവും മഹാമാന്ത്രികനുമായിരുന്ന ചേരാനെല്ലൂർ കുഞ്ചുകർത്തായുടെ ഉപാസനാമൂർത്തികളിലൊന്നായിരുന്നു പറമ്പനാർ കുളങ്ങര ഭഗവതി എന്നും വിശ്വാസങ്ങളുണ്ട്. പണ്ടൊക്കെ ചേരാനെല്ലൂർ കർത്താക്കന്മാരുടെ അനുമതി കിട്ടിയാലേ വേലപ്പടിയണികൾ കാവു തീണ്ടുകയുള്ളൂ. പണ്ട് ഇവിടം ഒരു കാവായിരുന്നു എന്നും പിന്നീടാണ് ക്ഷേത്രമായത് എന്നും വാമൊഴികളുണ്ട്. പരമാര ഗ്രൂപ്പ് ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ ക്ഷേത്രമുള്ളത്. തോട്ടത്തിങ്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം, ശ്രീചക്ര ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളും ഈ ദേവസ്വത്തിൻ്റെ ഭരണത്തിന് കീഴിലുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ചതുര ശ്രീകോവിലിൽ പരിലസിക്കുന്ന ധാരുബിംബത്തിന് സാമാന്യം നല്ല പൊക്കമുണ്ട്. മൂലബിംബം ചെറിയ ശിലാവിഗ്രഹമാണ്. തൃക്കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ച് മഹാകാളിയായി പരിശോഭിക്കുന്ന ജഗൽ ജനനിയുടെ നയനങ്ങൾ വാത്സല്യം നിറഞ്ഞ കാരുണ്യമാണ് വർഷിക്കുന്നത്. ഭക്തന്മാരെ ഏതാപത്തിലും സംരക്ഷിക്കുന്ന പരമാര ഭഗവതിയുടെ അനവധി അത്ഭുത കഥകൾ പ്രചാരത്തിലുണ്ട്. എന്നാൽ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അപരാധങ്ങൾ അമ്മ പൊറുക്കാറില്ല എന്നതും സത്യമാണ്. നാലമ്പലത്തിനകത്ത് ശിവൻ, ഗണപതി, അയ്യപ്പൻ എന്നീ ഉപദേവതമാർ കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നുണ്ട്. പുറത്ത് ശ്രീകൃഷ്ണൻ, ബ്രഹ്മരക്ഷസ്, നാഗരാജാവ്, നാഗയക്ഷി എന്നീ ഉപദേവതമാർക്കു പുറമെ പടിഞ്ഞാറ്റ് ദർശനമായി ആലുങ്കൽ ഭഗവതി കുടികൊള്ളുന്നുണ്ട്. ഒരാൾ പൊക്കത്തിലുള്ള ഈ ദേവീ വിഗ്രഹം വളരെ വ്യത്യസ്തമാർന്ന ഒരനുഭവമാണ്. തേവരയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ധീവര സമുദായ സഭയുടെ നേതൃത്വത്തിലുള്ള
മാട്ടുമ്മൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ദേവീ ചൈതന്യം ഇങ്ങോട്ട് എത്തിയത് എന്ന് പറയപ്പെടുന്നു. പട്ടുസാരിയൊക്കെ ധരിച്ച് നിൽക്കുന്ന രൂപത്തിലുള്ള ഈ ദേവീരൂപം അതിമനോഹരമാണ്. ദേവിക്ക് കുപ്പിവളകൾ സമർപ്പിച്ചിരിക്കുന്നത് കണ്ടു. അത് മംഗല്യസിദ്ധിക്ക് നടത്തുന്ന വഴിപാടിൻ്റെ ഭാഗമാണ് എന്ന് ഇവിടുന്ന് പറഞ്ഞറിഞ്ഞു. ചേന്നാസ് മനയ്ക്കാണ് ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അധികാരമുള്ളത്. പ്രധാന ഉത്സവം കുംഭമാസത്തിലാണ്. കുംഭമാസത്തിലെ ഉത്രാടത്തിന് കൊടികേറി പൂരൂരുട്ടാതി ഉത്രട്ടാതി നാളുകളിൽ തെക്കും ഭാഗം വടക്കും ഭാഗം വിഭാഗങ്ങളുടെ താലപ്പൊലി അതീവ വിപുലമായി ആഘോഷിക്കുന്നു. താലപ്പൊലി കഴിഞ്ഞു വരുന്ന ഭരണി നാളിൽ കൊടി ഇറങ്ങുന്നു. 7 നാൾ കഴിഞ്ഞ് വലിയ ഗുരുതി നടക്കുന്നു. ചുണ്ണാമ്പും മഞ്ഞളും ചേർന്ന് കലക്കിയ ജലം രക്തമെന്ന് സങ്കല്പിച്ചാണ് മന്ത്രോച്ചാരണത്താൽ ഗുരുതി തർപ്പണം നടത്തുന്നത്. ദേവിയുടെ ശക്തിയും ചൈതന്യവും വർദ്ധിപ്പിക്കുന്നതിനും ദേവിയുടെ ഭൂതഗണങ്ങളെ അഥവാ പരിവാരങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനുമാണ് സാധാരണയായി ഗുരുതി തർപ്പണം നടത്താറുള്ളത്. ഗുരുതിക്ക് മുമ്പായി പള്ളിവാളിലേക്ക് ആവാഹിച്ച ദേവീ ചൈതന്യത്തെ പ്രത്യേകം തയ്യാറാക്കിയ ഗുരുതി മണ്ഡപത്തിനടുത്ത് പീഠത്തിൽ വെച്ച് ഗുരുതി തർപ്പണം ചെയ്യുന്നു. ഗുരുതി തർപ്പണത്തിൽ സംപ്രീതയായ ദേവി സമീപ പ്രദേശങ്ങളിലും ദേശവാസികളിലും നിറഞ്ഞിരിക്കുന്ന ദുഷ്ടപാപശക്തികളെയും ബാധകളെയും ഉന്മൂലനം ചെയ്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഗുരുതി നടത്താറുള്ളത്. സാധാരണയായി ക്ഷേത്രത്തിൽ നടത്തിവരാറുള്ള 3 ഉരുളി ഗുരുതിക്ക് പുറമെ വഴിപാടായി അധിക ഉരുളി ഗുരുതിയും അന്നേ ദിവസം നടത്താറുണ്ട്. കൊടിപ്പുറത്ത് വിളക്ക്, ശീവേലി, താലപ്പൊലി ഘോഷയാത്ര, പകൽപൂരം, ആറാട്ട്, കളമെഴുത്തുപാട്ട്, മുടിയേറ്റ്, പുഷ്പാഭിഷേകം, നിറമാല, പരമ്പരാഗത അനുഷ്ഠാന കലകൾ, കലാപരിപാടികൾ എന്നിങ്ങനെ ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങളും സാംസ്കാരിക ഒത്തുചേരലുകളും ഉത്സവ സമയത്ത് ഈ ക്ഷേത്രഭൂമിയിൽ നടക്കുന്നു. ഭഗവതിയുടെ തിരുനാളായ മീനമാസത്തിലെ ചിത്തിര നക്ഷത്രത്തിൽ ചാന്താട്ടം ഇവിടെ നടക്കാറുണ്ട്. തേക്കിൻ കാതൽ ചൂടാക്കി നീര് മന്ത്രോച്ചാരണത്തോടുകൂടി തന്ത്രി ദർഭപ്പുല്ലുകൊണ്ട് ദാരുബിംബത്തിൽ അഭിഷേകം ചെയ്യുന്ന ചാന്താട്ടത്തോടുകൂടി ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യം 10 മടങ്ങ് വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം. അന്നേ ദിവസം ദേവിയുടെ പിറന്നാൾ സദ്യയും ഇവിടെ ഉണ്ടാവാറുണ്ട്. നവരാത്രിയും തൃക്കാർത്തികയും അതിവിശേഷാൽ ആചരിക്കുന്നു. ഗുരുതിക്കൂട്ടം, വെടിവഴിപാട്, ഉദയാസ്തമന പൂജ, അർച്ചനകൾ, സൂക്തപുഷ്പാഞ്ജലികൾ, വിവിധ പൂജകൾ, നിവേദ്യങ്ങൾ, പറവെപ്പ് എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഉഗ്രസ്വരൂപിണിയായി മഹാകാളി കുടികൊള്ളുന്ന ഈ പുണ്യഭൂമി ശക്തിയും ധൈര്യവും ഊർജവും ആത്മവിശ്വാസവും പങ്കുവെക്കുന്നതിനോടൊപ്പം ഒരമ്മയുടെ വാത്സല്യവും സംരക്ഷണയും കൂടി ഭക്തന് സമ്മാനിക്കുന്നുണ്ട്. എറണാകുളം എന്ന മഹാനഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവീക്ഷേത്രം അതീവ ദിവ്യമായ അനുഭവം തന്നെയാണ് സമ്മാനിച്ചത്. ഇത്രയും നേരം ജ്ഞാനസ്വരൂപിണിയായ ജഗദംബിക അനുവദിച്ചു തന്ന എല്ലാ വാക്കുകളും അവിടുത്തെ ആ ചിലമ്പുകൾ അണിഞ്ഞ ഏറെ പ്രിയപ്പെട്ട പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. പരമാര ഭഗവതി നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. കീർത്തിയാ ശ്രീ പരമാര വാഴുമഗതിനാഥേ ദയാവാരിതേ ഭക്താഭീഷ്ടവരപ്രദേ ഭഗവതി സൗഭാഗ്യസമ്പത്പ്രദേ. ഭക്ത്യാ കീർത്തനമാലപിച്ചു നടയിൽ കാത്തിടുമേഴയ്ക്കു നിൻ കാൽത്താരിൽ ശരണം തരൂ മമ ഹൃദി മറ്റൊന്നുമില്ലാഗ്രഹം. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ജഗദംബികാസ്മരണം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ ശരണം, ദേവീ ശരണം.